ഈ ഒരു സ്കില്ല് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ ഉറപ്പിച്ച് കഴിഞ്ഞാൽ ട്രേഡിംഗ് നിങ്ങൾക്ക് പറ്റിയൊരു സാധനമില്ല. ഒരൊറ്റയടിക്ക് എന്തായിരിക്കും അത് ക്രാഷ് ചെയ്ത് ഏകദേശം ഓൾമോസ്റ്റ് 16,000 ഉറുപ്പ്യേൻ്റെ അടുത്തിൻ്റെ എന്ത് വന്നു ആ ഒരൊറ്റ ട്രേഡിൽ എനിക്ക് ലോസ് വന്നു. ഇപ്പോൾ അധികം ആൾക്കാരും എസ്പെഷ്യലി ഈ 20s എത്തുന്ന അധികം ആൾക്കാരും പെട്ടെന്ന് എങ്ങനെ പൈസ ഉണ്ടാക്കാം, പെട്ടെന്ന് നമുക്ക് പണക്കാരൻ എങ്ങനെ ആകാം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർ അധികം ആൾക്കാരും പോയി എത്തുന്ന അല്ലെങ്കിൽ എത്തപ്പെടുന്ന ഒരു സ്ഥലമാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ്, അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് എന്നൊക്കെ പറഞ്ഞ ഒരു ഏരിയ എന്ന് പറയുന്നത്. പക്ഷേ ഇതിലേക്ക് പോകുന്ന സമയത്ത് ഇതിന്റെ പല വീഡിയോസും ഇതിന്റെ പല അഡ്വർടൈസ്മെന്റ് കാണുന്ന സമയത്ത് അവരാരും നിങ്ങളോട് ഇനീഷ്യലി പറയാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ സംസാരിക്കാൻ പോകുന്നത്. ഒരു ട്രേഡിംഗിലേക്ക് അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ ക്രിപ്റ്റോ, ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് ട്രേഡിംഗ് ജേർണിയിലേക്ക് കടക്കാൻ പോകുന്ന ആൾക്കാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ആ ഒരു ജേർണി നിങ്ങൾ ഹെൽപ്പ് ചെയ്യും. അത് ഞാൻ ഗ്യാരണ്ടീഡ് ആണ്. കാരണം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഞാൻ ട്രേഡിംഗ് ചെയ്തതിൽ എനിക്ക് പറ്റിയ മിസ്റ്റേക്സും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കുറേ കാര്യങ്ങളാണ്. ഞാൻ കോഴ്സ് എടുത്ത് പഠിച്ചതിൽ എനിക്ക് അവർ പഠിപ്പിച്ചിരുന്ന പല കാര്യങ്ങളാണ് ഈ വീഡിയോ സംസാരിക്കാൻ പോകുന്നത്. സോ നിങ്ങൾ ആദ്യം തന്നെ പറയുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് നിശാൽ എന്നാണ്. മൈൻഡ്, മണി, മാനർ, മൂവ്മെന്റ്, ഈ 4 കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ ഈ ഒരു ചാനൽ സംസാരിക്കുന്നുണ്ടാവുക. സോ വിതൗട്ട് വേസ്റ്റിംഗ് ടൈം ലെറ്റ്സ് ബിഗിൻ. കാരണം നിങ്ങൾക്കൊരു കാര്യം അറിയോ, സെബിന്റെ റിപ്പോർട്ട് പ്രകാരം ഇൻട്രാഡേ ഡേ ട്രേഡിംഗ് സ്റ്റോക്ക് മാർക്കറ്റിൽ ചെയ്യുന്ന ആൾക്കാർക്ക് ഓൾമോസ്റ്റ് 77% ആൾക്കാരും ലോസിലാണ് പോകുന്നത്. ഇനി അത് ഫ്യൂച്ചേഴ്സ് എന്ന ഓപ്ഷൻസിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ 93% ആൾക്കാരും എന്തിലേക്കാണ് പോകുന്നത്, ലോസിലേക്കാണ് പോകുന്നത്. ഈ ബാക്കി വരുന്ന 7%ൽ 1 lakhിന്റെ എബോവ് പ്രോഫിറ്റ് അല്ലെങ്കിൽ 1 lakhിന്റെ എബോവ് അവർ ഉണ്ടാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് വെറും 1% മാത്രമാണ്. സോ ഇത്രത്തോളം ലോസ് റേറ്റ് കൂടിയിട്ടുള്ള ഈ ഒരു ട്രേഡിങ്ങിൽ ഇത്രത്തോളം ഹൈപ്പും ഇതിൽ ഇത്രത്തോളം പൈസ ഉണ്ടാക്കാൻ പറ്റും ആൾക്കാർ പറയുന്നത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇതിൽ കോമൺ ആയിട്ട് നമ്മൾ ഇത്രയും ആൾക്കാർ ലോസ് വരുത്താനുള്ള കാരണം എന്താണെന്നാണ് നമ്മൾ ഈ ഒരു ചാനൽ പറയുന്നത്. മെയിൻലി ഇൻട്രാഡേ ട്രേഡിംഗ് അല്ലെങ്കിൽ ഡേ ട്രേഡിംഗ് എന്ന് പറയുന്ന സമയത്ത് അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ട്രേഡിംഗ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സാധനം ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. നമ്മൾ ലോങ് ടേമിലേക്ക് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഫണ്ടമെന്റൽ അനാലിസിസ് എന്ന് പറയുന്നത്. ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ആ ഒരു കമ്പനീൻ്റെ ആ ഒരു ചാർട്ട് പാറ്റേൺ ഉണ്ടാവും. ആ പാറ്റേൺസും അതിലെ ഇൻഡിക്കേറ്റേഴ്സ് അതിലുള്ള കാര്യങ്ങളൊക്കെ നോക്കി അതിൻ്റെ സ്റ്റോക്കിൻ്റെ ചാർട്ട് ക്യാൻഡിൽസിൻ്റെ മൂവ്മെൻ്റ് ഒക്കെ നോക്കി നമ്മൾ അനലൈസ് ചെയ്യുന്നതിന് ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. ഫണ്ടമെന്റൽ അനാലിസിസ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ കമ്പനീൻ്റെ ഓവറോൾ ആയിട്ടുള്ള കാര്യങ്ങൾ, ആ കമ്പനീൻ്റെ കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയറുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് എങ്ങനെയാണ്, അതിൻ്റെ മാനേജ്മെന്റ് ആരാണ്, ആ കമ്പനി എങ്ങനെ റൺ ചെയ്യുന്നത്, അവരെ വിഷൻ എന്താണ്, മിഷൻ എന്താണ്, ഇതൊക്കെ മനസ്സിലാക്കി ഓവറോൾ ആ കമ്പനീനെ പഠിച്ചുകൊണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനാണ് ഫണ്ടമെന്റൽ അനാലിസിസ് എന്ന് പറയുന്നത്. മെയിൻലി ഡേ ട്രേഡിംഗ് ചെയ്യുന്ന ആൾക്കാർ ചെയ്യുന്ന ഒരു സംഭവമാണ് ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ നിങ്ങൾക്ക് ഉറപ്പിച്ച് പറഞ്ഞു തരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ട്രേഡിംഗ് ചെയ്യുന്ന ആൾക്കാർ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഈ ടെക്നിക്കൽ അനാലിസിസ് അല്ല. ടെക്നിക്കൽ അനാലിസിസ് വേണം, നമുക്ക് ഏത് സ്റ്റോക്ക് പിക്ക് ചെയ്യണം, നമുക്ക് ഏത് സ്റ്റോക്കിൽ നമ്മൾ ട്രേഡ് ചെയ്യേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ എവിടെ എൻട്രി എടുക്കണം, എവിടെ നമ്മൾ എക്സിറ്റ് ചെയ്യണം എന്നൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് എന്ത് ആവശ്യമുണ്ട്, ടെക്നിക്കൽ അനാലിസിസ് ആവശ്യമുണ്ട്. പക്ഷേ അതിനേക്കാൾ എത്രയോ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങളുണ്ട്. അതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ അത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, ഒന്നുപോലും വിട്ടു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓരോ ഞാൻ പറഞ്ഞില്ല. അതിൽ ഒന്നാമതാണ് മണി മാനേജ്മെന്റ്, രണ്ടാമത്താണ് ട്രേഡിംഗ് സൈക്കോളജി, മൂന്നാമത്താണ് ഇമോഷൻസ്, നമ്മുടെ ഇമോഷൻസ്, ഏറ്റവും നാലാമത്താണ് റിസ്ക് മാനേജ്മെന്റ്. നമ്മൾ ഈ ടെക്നിക്കൽ അനാലിസിസും ഞാൻ ഈ പറഞ്ഞ ഈ 4 കാര്യങ്ങളും പ്രോപ്പറായിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ട്രേഡർ ആവാൻ പറ്റും. പക്ഷേ ഇതൊക്കെ അറിഞ്ഞിട്ട് പോലും 93% ആൾക്കാർ ലോസിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അത്രത്തോളം കോംപ്ലിക്കേറ്റഡ് അതിനെ കൊണ്ടാണ്. അപ്പോൾ അതിനെക്കൊണ്ട് തന്നെ ഈ ഒരു നിങ്ങൾ ടെക്നിക്കൽ അനാലിസിസ് പഠിക്കുന്നതിന് കൂടെ തന്നെ നിങ്ങൾ മാസ്റ്റർ ചെയ്യുന്ന സംഭവങ്ങളാണ് ഞാൻ ഈ പറഞ്ഞ 4 കാര്യങ്ങൾ. സോ ഈ 4 കാര്യങ്ങൾ ഞാൻ ഒന്ന് ഉണ്ടാക്കി തരാം, എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇതിൽ ഞാൻ ആദ്യം പറഞ്ഞു തരാൻ എന്താ മണി മാനേജ്മെന്റ് പറഞ്ഞു. മണി മാനേജ്മെന്റ് ഒന്നുമില്ലടാ, നമ്മളെ ക്യാപിറ്റൽ ഉണ്ടല്ലോ, ആ ക്യാപിറ്റലിനെ മാനേജ് ചെയ്യുന്നതാണ് എന്ത് ഉദ്ദേശിക്കുന്നത്, മണി മാനേജ്മെന്റ് ഉദ്ദേശിക്കുന്നത്. ഈ ക്യാപിറ്റൽ മാനേജ് ചെയ്യുന്നത് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ട്രേഡിംഗ് ചെയ്യാൻ വേണ്ടി അതിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് ഉണ്ടല്ലോ, അതൊരു 1 lakh ആണെന്നുണ്ടെങ്കിൽ ആ 1 lakh എങ്ങനെ നമുക്ക് സേവ് ആക്കാം, അല്ലെങ്കിൽ ആ 1 lakh എങ്ങനെ നമുക്ക് നഷ്ടപ്പെടുത്താതെ ട്രേഡ് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു മണി മാനേജ്മെന്റ് ഉദ്ദേശിക്കുന്നത്. ഇതിനുള്ള കോർ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ പൊസിഷൻ സൈസിങ് ആണ് ഒന്നാമത്തെ കാര്യം. പൊസിഷൻ സൈസിങ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ ട്രേഡിംഗ് ക്യാപിറ്റലിൽ 1 to 2% മേലെ ഒരിക്കലും നമ്മൾ ഒരു ട്രേഡിൽ എന്തായാലും റിസ്ക് ചെയ്യരുത്. അതായത് നമുക്ക് സിമ്പിളാണ്, 1 lakh ആണ് നമ്മൾ ട്രേഡിംഗ് ക്യാപിറ്റൽ എന്ന് കൂട്ടിക്കും. അതിന് 1% എത്ര, 1000, 2% എത്ര, 2000. മാക്സിമം ഒരു ട്രേഡിൽ നമ്മൾ ഒരു 1 lakh ഇടുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ ലോസ് വരുത്താൻ പാടുള്ള ഏറ്റവും മാക്സിമം എമൗണ്ട് നമുക്ക് വെറും 2%, അതായത് 2000 മാത്രമായിരിക്കണം. അത് നമ്മൾ ഉറപ്പിച്ചാളാം. അതാണ് എന്ത് ഒന്നാമത്തെ പ്രിൻസിപ്പിൾ. രണ്ടാമത്തെ പ്രിൻസിപ്പിളാണ് ഒരു റിസ്ക് റിവാർഡ് റേഷ്യോ നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. അതായത് നമ്മളിപ്പോൾ ഒരു 1 lakh ആണ് നമ്മുടെ ഒരു ട്രേഡിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്, അതിൽ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത്, സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രത്തോളം നമ്മൾ ലോസിന് എടുക്കാൻ വേണ്ടി നമ്മൾ റെഡി ആണെന്നുള്ള സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത്. ആ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് നമ്മൾ 1000 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് എടുക്കേണ്ടത് 2000 ആയിരിക്കണം. അതാണ് 1:2 റേഷ്യോ എന്ന് പറയുന്നത്. അത് നമ്മൾ
എത്രയാണോ നമ്മൾ റിസ്ക് എടുക്കുന്നത് അതിൻ്റെ ഒരു പടി മേലായിരിക്കും എന്ത് നമ്മുടെ പ്രോഫിറ്റ് നമ്മൾ എടുക്കുന്ന റിവാർഡ് എടുക്കേണ്ടത്. അതാണ് എന്ത് പറഞ്ഞത് നമ്മൾ റിസ്ക് റിവാർഡ് റേഷ്യോ എപ്പോഴും 1:2 വെക്കണം എന്ന് പറഞ്ഞത്. ഈ രണ്ട് പ്രിൻസിപ്പിൾസ് ആയിരിക്കണം എപ്പോഴും നമ്മൾ മണി മാനേജ്മെന്റ് എന്താക്കേണ്ടത്, ഫോക്കസ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ കാര്യമാണ് ട്രേഡിംഗ് സൈക്കോളജി. ഇത് വളരെ സിമ്പിളാണ്. നമ്മളെ ട്രേഡിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൈൻഡ് സെറ്റ് ഏത് രീതിയിലായിരിക്കും അതിനെ പറ്റിയിട്ടാണ് ഇതിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത്. പ്രധാനമായിട്ടും ട്രേഡിംഗ് സൈക്കോളജിയിൽ നമുക്ക് നോക്കാനുള്ളത് 3 കാര്യങ്ങളാണ്. അതായത് എല്ലാ ട്രേഡേഴ്സിനും വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മിസ്റ്റേക്സ് അതായത് 3 പേരുടെ അതിലൊന്നാണ് ഫിയർ. ഫിയർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതായത് നമ്മൾ ട്രേഡിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് എന്ത് കഴിയുക ഓപ്പർച്യൂണിറ്റീസ് ആ മാർക്കറ്റിലാണ്. നിങ്ങൾ അത് ട്രേഡിംഗ് കുറച്ചൊക്കെ ചെയ്ത ആൾക്കാർക്ക് മനസ്സിലാവും. നമുക്ക് ആ ചാർട്ട് നോക്കി കഴിഞ്ഞാൽ എന്ത് മനസ്സിലാവും, അവിടെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അവിടെ ഇങ്ങനെ കാണാൻ പറ്റും, നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റും. പക്ഷെ അതിങ്ങനെ കാണുന്ന സമയത്ത് ഈ ക്യാരീസ് പെട്ടെന്നായിരിക്കും മൂവിങ് ഉണ്ടാവും. ഇതിങ്ങനെ കാണുന്ന സമയത്ത് ചിലപ്പോൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി പോയി പോകും അല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് ഇതിലേക്ക് പൈസ ഇടണം അല്ലെങ്കിൽ ആ പെട്ടെന്ന് ഞാനത് സ്റ്റോക്ക് എടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് ഞാനത് ട്രേഡ് എൻ്റർ എടുക്കണം എന്നുള്ള ആ ഒരു പേടി, പെട്ടെന്ന് അത് മിസ്സായി പോകുന്ന പേടി കാരണം നമ്മൾ അനാവശ്യമായിട്ട് എന്താക്കും ട്രേഡിങ് ആവശ്യമാണ് നമ്മൾ എന്താക്കും ട്രേഡ് എടുത്തു. അതാണ് നമുക്ക് ഫസ്റ്റ് വരുന്ന ഫിയർ എന്ന് പറഞ്ഞത്. രണ്ടാമത്താണ് ഗ്രീഡ്. ഗ്രീഡ് എന്ന് പറഞ്ഞാലും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നുള്ള ഉള്ളൊരു ആർത്തി, അതിനാണ് പറഞ്ഞത്. എനിക്ക് ഒരുപാട് മിസ്റ്റേക്ക് പറ്റിയ സംഭവമാണ് ഈ ഗ്രീഡ് എന്ന് പറയുന്നത്. അതായത് ഒരൊറ്റ ട്രേഡിൽ തന്നെ ഓൾമോസ്റ്റ് എൻ്റെ ക്യാപിറ്റൽ ഫുൾ വാഷ് ഔട്ട് ആയിട്ടുണ്ട് ഈ ഗ്രീഡ് കാരണം. കാരണം ഞാൻ ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ഒരു സ്റ്റോക്കിൽ ഞാൻ എന്താക്കി, ഒരു ഇൻഡെക്സിൽ ഞാൻ എന്താക്കി ട്രേഡ് എടുത്തിരുന്നു. ഓപ്ഷൻസിൽ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എടുത്തിട്ട് ഇതിങ്ങനെ ഞാൻ കാണാം ഏകദേശം 6000 അടുത്തുണ്ടോക്കി ഇന്ന് പ്രോഫിറ്റ് അതിൽ വന്നത്. അങ്ങനെ വന്നപ്പോൾ എനിക്കിങ്ങനെ തോന്നുകയാണ് ഇത് ഇനിയും മേലോട്ട് കയറാനാണ് ചാൻസ്, ഈ മേലോട്ട് കയറാൻ ചാൻസ് ഇങ്ങനെ കണ്ട് ആലോചിച്ച് ലാസ്റ്റ് ഉണ്ടാക്കി ഒരൊറ്റ അടിക്ക് എന്താക്കി അത് ക്രാഷ് ചെയ്ത് ഏകദേശം ഓൾമോസ്റ്റ് 16,000 ഉറുപ്പിൻ്റെ അടുത്തിൻ്റെ എന്ത് വന്നു ആ ഒരൊറ്റ ട്രേഡിൽ എനിക്ക് ലോസ് വന്നു. അതായത് ഇനിയും അത് പ്രോഫിറ്റ് ഉണ്ടാക്കാം. കാരണം എൻ്റെ ഈ 6000 എന്നൊക്കെ പറഞ്ഞത് എൻ്റെ റിവാർഡിന് എത്രയോ പെർസെൻറ്റേജ് മേലാണ്. ഞാൻ ഉണ്ടാക്കിയിട്ട പ്രോഫിറ്റിൻ്റെ ഒരാൾ എക്സ്പെക്ട് ചെയ്യുന്നതിൻ്റെ എത്രയോ മേലാണ് എൻ്റെ ആ ഒരു 6000 എന്ന് പറയുന്നത്. പക്ഷെ അത് ഉണ്ടായിട്ട് പോലും ഇനിയും കിട്ടും എന്നുള്ള ആ ഒരു ഗ്രീഡ് കാരണം ഈ മൊത്തം ക്യാപിറ്റലിൻ്റെ ഒരു ഓൾമോസ്റ്റ് 80% എന്തായിട്ടുണ്ട് എനിക്ക് വാഷ് ഔട്ട് ആയി പോയിട്ടുണ്ടായിരുന്നു. അതാണ് എന്ത് പറയുന്നത് ഗ്രീഡ്. ഇതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല. അടുത്തതാണ് ഓവർ കോൺഫിഡൻസ്. അതായത് കഴിഞ്ഞൊരു 3 ദിവസമായിട്ട് ട്രേഡിങ്ങിൽ എനിക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ട്. അങ്ങനെ പ്രോഫിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു കോൺഫിഡൻസ് വരും. അതായത് ഞാൻ നല്ലൊരു ട്രേഡർ ആയിട്ടുണ്ട്, ഞാനിതിൽ എന്തോ സംഭവമാണ്, ഇനി ഇന്നതിൽ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല, ഒരിക്കലും ലോസ് വരില്ല, ഇങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിൽ ഓവർ കോൺഫിഡൻസിൽ വന്നുകൊണ്ട് ഇതിന് ട്രേഡ് ചെയ്യും. ആ സമയത്ത് നമ്മൾ ആ ഒരു സൈക്കോളജി അവിടെ വർക്കൗട്ട് ആയിട്ട് നമുക്ക് എന്ത് ലോസ് വരാനുള്ള ചാൻസസ് നല്ല രീതിയിൽ കൂടുതലാണ്. ഇത്രയും പ്രശ്നങ്ങളാണ് ഈ ഒരു ട്രേഡിംഗ് സൈക്കോളജിയിൽ വരാറുള്ളത്. ഇത് നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാമെന്നുള്ളത് നോക്കാം. അതിന് ആദ്യം നമുക്ക് വേണ്ടിയത് ഒരു ട്രേഡിംഗ് പ്ലാൻ ഉണ്ടാക്കുക. ട്രേഡിംഗ് പ്ലാൻ എന്ന് പറയുന്നത് നമ്മൾ ഇന്ന സമയത്ത് അല്ലെങ്കിൽ ഇത്രയും റൂൾസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എന്താക്കും എൻട്രി എടുക്കും, ഇത്രയും കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്താക്കും എക്സിറ്റ് ചെയ്യും, ഇതിൻ്റെ റിസ്ക് റിവാർഡ് ഇത്ര പെർസെൻറ്റേജ് ആണ്, ഇതിനൊരു ട്രേഡിംഗ് പ്ലാൻ എന്ന് പറയാം. ഇങ്ങനെ അത് ഓരോരുത്തർക്കും ഒരു ഡിപ്പെൻഡ് ആട്ടോ. നിങ്ങൾ ആ ഒരു സ്കില്ലിനും നിങ്ങളെ ആ ഒരു എക്സ്പീരിയൻസ് അനുസരിച്ചാണ് നമ്മൾ ട്രേഡിംഗ് പ്ലാൻ ഉണ്ടാക്കുക. ആ ട്രേഡിംഗ് പ്ലാൻ ഉണ്ടാക്കി വെക്കണം, നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം. രണ്ടാമത് നമ്മൾ ഉറപ്പിച്ചേക്കുക ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു ബിസിനസ്സാണ്. ബിസിനസ് എപ്പോഴും പ്രോഫിറ്റ് ഉണ്ടാവുമോ? ഇല്ല. ചില സമയത്ത് നമുക്ക് എന്തുണ്ടാവും, ലോസും ഉണ്ടാവും. അതേപോലെ തന്നെ ട്രേഡിങ്ങിൽ എന്തുണ്ടാവില്ല, ലോസ് മസ്റ്റാണ്. പ്രോഫിറ്റ് മാത്രമല്ല ലോസും എന്തെങ്കിലും ഉണ്ടാകും, ട്രേഡിങ്ങിൽ ഉണ്ടാവും. അതുപോലെ തന്നെ ഡിസിപ്ലിൻഡ് ആകുക. അതായത് നിങ്ങൾ ട്രേഡിംഗ് പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ട്രേഡിംഗ് പ്ലാനിൽ നിങ്ങൾ എന്താക്കുക സ്റ്റിക്ക് ഓൺ ചെയ്യുക. അതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ അന്ന് ലോസ് ആണെങ്കിൽ അത് അങ്ങോട്ട് മാറി ചിന്തിക്കല്ലേ വേണ്ടത്. അതായത് നിങ്ങൾ അത്രയും ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് വന്നതിന് ശേഷം നിങ്ങൾ മാർക്കറ്റിനനുസരിച്ച് മൂവ് ചെയ്ത് കളിച്ചോ. പക്ഷേ എല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പ്ലാൻ ഉണ്ടെങ്കിൽ ആ പ്ലാനിൽ നിങ്ങൾ എന്താക്കുക സ്റ്റിക്ക് ഓൺ ചെയ്ത് പോവുക, ഡിസിപ്ലിൻഡ് ആയിട്ടിരിക്കുക. അടുത്താണ് ഇമോഷൻസ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇമോഷൻസ് മാനേജ് ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ ഇതിലെന്താണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത്, നമ്മളെ ഹാർഡ് ഏൺഡ് ആയിട്ടുള്ള മണി നമ്മൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണല്ലേ. ഒരു 1,00,000 നമ്മൾ ട്രേഡ് ചെയ്യാൻ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ 1,00,000 നമ്മൾ കഷ്ടപ്പെട്ട് അഡ്വാൻസ് ഉണ്ടാക്കിയ പൈസ ആണ്. ആ പൈസ ആണ് നമ്മൾ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഓരോ ക്യാൻഡിലും മുകളിലോട്ടും താഴേക്ക് പോകുന്നതനുസരിച്ച് നമ്മളെ പൈസ കൂടുന്നത് അതേപോലെ കുറയുന്നത്. ആലോചിച്ചപ്പോൾ നിങ്ങളുടെ കയ്യിൽ 1,00,000 ഉണ്ട്, ആ 1,00,000 പെട്ടെന്ന് ഉണ്ടാവുകയാണ് 70,000 പോകുന്നത്, പെട്ടെന്ന് 1,30,000 പോകുന്നത്, പെട്ടെന്ന് 90,000 വരുന്നത്. ഈ ഒരു ഫ്ലക്ച്വേഷൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് ചേഞ്ചസ് ഉണ്ടാകുമ്പോൾ നമുക്ക് എന്തായാലും അവിടെ എന്ത് വരടാ ഇമോഷൻസ് അവിടെ വലിയൊരു ഫാക്ടറായിട്ട് വരും. ഇങ്ങനെ ഫാക്ടർ വരുന്ന സമയത്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് സാധനത്തിലേക്ക് വരിക, ഏത് ഫിയറും ഗ്രീഡും. ഫിയർ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് എന്തുണ്ടാവുന്നതാ, നമ്മൾ ഏർലി എക്സിറ്റ് ചെയ്യും. അതായത് ചിലപ്പം നമ്മൾ ഒരു സെറ്റാക്കി വെച്ചിട്ടുണ്ടാവും, ഈ ഒരു പൊസിഷനിൽ എത്തുമ്പോൾ എക്സിറ്റ് ചെയ്യുമ്പോൾ സെറ്റാക്കി വെച്ചിട്ടുണ്ടാവും. അവിടെ എത്തുന്നതിന് മുമ്പ് ഫിയർ കാരണം നമ്മൾ എന്താക്കുക എക്സിറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടേണ്ട ആ ബാക്കി പ്രോഫിറ്റും കൂടി അവിടെ എന്തായി പോകണം, ഇല്ലാണ്ടായി പോകണം. അതേ ആ സമയത്ത് വരുന്ന ഒരു സാധനമാണ് ഗ്രീഡ്. ഗ്രീഡ് എന്ന് പറയുന്നത് ആർത്തി കാരണം നമുക്ക് എന്തായി പോകും, റിവെഞ്ച് ട്രേഡ് എടുക്കാൻ ചാൻസ് ഉണ്ട്. റിവെഞ്ച് ട്രേഡ് ഒന്നുമില്ല, നമുക്കൊരു ട്രേഡ് എടുക്കുന്ന സമയത്ത് നമുക്ക് ലോസ് വന്നു കഴിഞ്ഞാൽ ഈ ലോസ് ഞാൻ മേക്ക് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത ട്രേഡ് എടുക്കും. അപ്പോൾ ലോസ് വരും. അപ്പോൾ ഈ രണ്ടിൻ്റെ കൂടി ലോസ് നമ്മൾ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത ട്രേഡ് എടുക്കും.
ഇതിനാണ് എന്ത് പറയുക റിവെഞ്ച് ട്രേഡ് എന്ന് പറയുക. ഇതെടുക്കുമ്പോൾ നമുക്ക് എന്തായാലും 90% ലോസ് പിന്നെ വരാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മുടെ മൈൻഡ് സെറ്റും നമ്മുടെ മൈൻഡും ഒന്നും ഓക്കെ ആയിരിക്കില്ല. ഈ സമയത്ത് നമ്മൾ ട്രേഡ് എടുക്കാനേ പാടില്ല. അതിനെക്കൊണ്ട് ഈ 2 കാര്യങ്ങൾ നിങ്ങൾ എന്താക്കണം, എപ്പോഴും ഇമോഷൻസിൻ്റെ സൈഡിൽ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. ഇതിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയൊരു ടിപ്പ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, മെഡിറ്റേഷൻ ചെയ്യണം. പ്രോപ്പറായിട്ട് മെഡിറ്റേഷനും അതുപോലെ തന്നെ ബ്രീത്ത് എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും. ഏറ്റവും അവസാനമായിട്ടുള്ള ഒരു സംഭവമാണ് റിസ്ക് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതായത് ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരിക്കലും റിസ്ക് ഒഴിവാക്കുക എന്ന് പറഞ്ഞൊരു സംഭവമല്ല. ട്രേഡിംഗ് എന്ന് പറയുന്നത് ആ റിസ്കിനെ എങ്ങനെ മാനേജ് ചെയ്യുന്നത്. കാരണം ട്രേഡിംഗ് എന്ന് പറയുന്നത് അതിൽ എന്തായാലും റിസ്ക് ഉണ്ടാകും. അത് ഒരിക്കലും നമുക്ക് കംപ്ലീറ്റ്ലി ഒഴിവാക്കാൻ പറ്റില്ല. ആ റിസ്കിനെ എങ്ങനെ മാനേജ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾക്ക് റിസ്ക് മാനേജ് ചെയ്യാൻ പറ്റിയ ഒരു 3 കാര്യങ്ങൾ ഞാൻ പറയാം. അതിൽ ഒന്നാമതാണ് നിങ്ങൾ എപ്പോഴും സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യാന്നുള്ളത്. അതായത് ട്രേഡ് എടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ എന്താക്കുക, ആ ട്രേഡ് നമുക്ക് നഷ്ടം വരുത്താൻ എത്രത്തോളം ഞാൻ റെഡി ആണെന്നുള്ളത് ആദ്യം എന്നൊക്കെ ഫിക്സ് ആക്കി അവിടെ ഒരു സ്റ്റോപ്പ് ലോസ് വെക്കുക. സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഞാനൊരു 100 രൂപയ്ക്ക് ഒരു സ്റ്റോക്കിലേക്ക് എൻട്രി എടുക്കുകയാണ്. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു 105 ആകുമ്പോൾ എക്സിറ്റ് ചെയ്യാനാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. എന്തെങ്കിലും ഇൻ കേസ് ഇനി കാണുമ്പോൾ മാർക്കറ്റ് താഴത്തേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം എനിക്ക് ലോസ് വരാൻ എത്താണ് റെഡി എന്നുള്ളത് ആദ്യം ഫിക്സ് ആക്കി വെക്കാനായിട്ട്. ഇപ്പോൾ ഞാൻ 100 ഉള്ളത് ഒരു 97 ഫിക്സ് ആക്കി വെച്ച് കഴിഞ്ഞാൽ 97 എത്തുന്ന സമയത്ത് ഓട്ടോമാറ്റിക് എന്തായിക്കോളും, അത് ലോസ് ഞാൻ എക്സിറ്റ് ആയിക്കോളും. അപ്പോൾ അതിൻ്റെ താഴത്തേക്ക് പോകില്ല. എനിക്ക് ആകെ എത്ര ഒരു സ്റ്റോക്കിന് മുകളിൽ 3 രൂപ ലോസ് വരുള്ളൂ. അതിനാണ് എന്താ പറയുക, സ്റ്റോപ്പ് ലോസ് എന്ന് പറയുക. രണ്ടാമതാണ് ഫിക്സ് യുവർ റിസ്ക് പെർ ട്രേഡ്. അതായത് ഒരു ട്രേഡിങ് എത്രത്തോളം റിസ്ക് എടുക്കാൻ റെഡിയാണെന്നുള്ളത് ആ ട്രേഡിൽ എൻട്രി എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്താക്കണം, ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. മൂന്നാമത്താണ് ഡൈവേഴ്സിഫൈ ചെയ്യണം. അതായത് നമ്മളെ ഫുൾ ക്യാപിറ്റൽ ഒറ്റ സ്റ്റോക്കിൻ്റെ മുകളിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഒറ്റ ട്രേഡിൽ ഇടുന്നതിന് പകരം മൾട്ടിപ്പിൾ ട്രേഡ്സിൽ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സ്റ്റോക്സിൽ നമ്മൾ എന്താക്കുക, ഡൈവേഴ്സിഫൈ ചെയ്തിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രേഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലോസ് ഉണ്ടാക്കാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നല്ലൊരു ട്രേഡറായി നമുക്ക് പറയാൻ പറ്റും. കാരണം ഞാൻ ഈ പറഞ്ഞ ഈ 77% അല്ലെങ്കിൽ 93% ആൾക്കാരും ലോസിലേക്ക് വരാനുള്ള കാരണം ഇവരുടെ അടുത്ത് എന്തുണ്ടാവും, ഒരുപാട് സ്കില്ലുണ്ടാവും. എങ്ങനെ ട്രേഡ് അനലൈസ് ചെയ്യണം, എങ്ങനെ ഒരു ചാർട്ട് നോക്കണം, എല്ലാ സ്കില്ലും ഉണ്ടാവും. പക്ഷെ ഇവരുടെ ഇല്ലാത്തത് എന്താ, ഈ ഒരു മണി മാനേജ്മെന്റും ഈ കാര്യങ്ങളില്ലാത്തത്. ഒരുപാട് ട്രേഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. അതായത് 2 മാസം കൊണ്ട് ട്രേഡിംഗ് പഠിക്കാം, 1.5 മാസം കൊണ്ട് ട്രേഡിംഗ് പഠിക്കാം ഇങ്ങനെ പറയുന്ന ആൾക്കാർ. അവർ ചിലപ്പോൾ ട്രേഡിംഗ് പഠിപ്പിക്കും. എന്ത് ട്രേഡിംഗിലെ ഓരോ ടെക്നിക്കൽ അനാലിസിസ് എന്താണ്, ഫണ്ടമെന്റൽ അനാലിസിസ് എന്താണ്, ഒരു ചാർട്ടിനെ എങ്ങനെ നമ്മൾ അനലൈസ് ചെയ്യണം, ഒരു കമ്പനീനെ എങ്ങനെ അനലൈസ് ചെയ്യണം, ഇതൊക്കെ അവർ പഠിപ്പിക്കുകയായിരിക്കും. പക്ഷേ ഇവർക്ക് ഒരിക്കലും 2 മാസം കൊണ്ട് ട്രേഡിംഗ് സൈക്കോളജിയോ ട്രേഡിംഗ് മൈൻഡ് സെറ്റോ അല്ലെങ്കിൽ ഇമോഷൻസ് കൺട്രോൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഒരിക്കലും 2 മാസം പഠിപ്പിക്കുകയില്ല. അത് നിങ്ങൾ ഗ്രാജുവലി നിങ്ങളെ ആ ഒരു ട്രേഡിംഗ് ജേണിയിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സംഭവമാണ്. അതിനെക്കൊണ്ട് തന്നെ ട്രേഡിങ്ങിൽ എന്തായാലും ഇനീഷ്യൽ നിങ്ങൾക്ക് എന്തുണ്ടാവും, ലോസ് ഉണ്ടാകും. അത് നിങ്ങൾ എന്താക്കുക, ആദ്യം നിങ്ങളെ മനസ്സിൽ ഉറപ്പിക്കുക. കാരണം ആ ഉണ്ടാകുന്ന ലോസ് എന്ന് പറയുന്നത് എന്താടാ, നിങ്ങൾ ആ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു മണിയായിട്ട് കൂട്ടിയാൽ മതി. എന്നായിട്ട് വർഷങ്ങളോളം ലോസ് ഉണ്ടാക്കണമെന്നല്ല പറയുന്നത്. നിങ്ങൾ ആ ഒരു ടൈം പീരീഡിനുള്ളിൽ നിങ്ങൾ എന്തുണ്ടാക്കിയിട്ട് വേണം, ആ ഒരു ഡിസിപ്ലിനും ആ ഒരു മൈൻഡ് സെറ്റും ആ ഒരു ഇമോഷൻ കൺട്രോളിങ്ങും മണി മാനേജ്മെന്റ് സ്കില്ലും ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കുക. ഈ ഒരു സ്കില്ല് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ ട്രേഡിംഗ് നിങ്ങൾക്ക് പറ്റിയൊരു സാധനമില്ല. അത് ഞാൻ ഉറപ്പിച്ച് പറയുന്നത്. അതിനെക്കൊണ്ട് തന്നെ ഞാൻ സത്യം പറഞ്ഞാൽ അത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ട്രൈ ചെയ്തിട്ട് പല സന്ദർഭങ്ങളിലും ഫെയിൽ ആയി പോയതിനെ കൊണ്ട് തന്നെ ഇപ്പോൾ കറന്റ് ട്രേഡിംഗ് ചെയ്യാത്ത ഒരാളാണ് ഞാൻ. ഓഫ് കോഴ്സ് എന്തായാലും ഞാനത് കണ്ടിന്യൂ ചെയ്യും. അതായത് ഞാൻ റീസ്റ്റാർട്ട് ചെയ്യും. പക്ഷേ ഇപ്പം ഞാൻ എന്തായാലും കറന്റ് സ്റ്റോപ്പ് ആക്കി വെച്ചതാണ്. അത് ഒന്നും കൂടി അതിനെപ്പറ്റി മനസ്സിലാക്കി എല്ലാം സെറ്റ് ആയതിനു ശേഷം ഞാൻ പിന്നെ കംപ്ലീറ്റ്ലി അതിലേക്ക് ഇറങ്ങുകയുള്ളൂ. അപ്പോൾ അതിനെക്കൊണ്ട് മാറ്റി വെച്ചതാണ്. കാരണം ഞാനും ഇതേപോലെ ഇന്ന് നിങ്ങൾക്ക് മാർക്കറ്റിൽ കിട്ടുന്ന ഏറ്റവും ബെസ്റ്റ് സ്റ്റോക്ക് ഈ ട്രേഡിങ്ങിൻ്റെ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്ത് പഠിച്ചൊരു വ്യക്തിയാണ്. അതിന് മുമ്പേ ഞാൻ ഇപ്പോൾ ഈ കോഴ്സ് എടുത്ത 1 വർഷമായിട്ടുള്ളൂ. അതിന് 1-2 വർഷം മുമ്പ് ഞാൻ അതിനെപ്പറ്റി ഓരോ വീഡിയോസ് യൂട്യൂബിലുള്ള ഷാരിക്കുന്ന വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് ഇതിൻ്റെ ബേസിക്സ് പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു കോഴ്സ് എടുത്തതിന് ശേഷം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പഠിക്കാൻ തുടങ്ങിയത്. പക്ഷേ എൻ്റെ അടുത്ത് ഇല്ലാത്തൊരു സാധനം എന്തായിരുന്നു, ഈ ഒരു സൈക്കോളജി അല്ലെങ്കിൽ ഈ ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു ഇല്ലാഞ്ഞത്. അതും ഇപ്പോൾ ഞാൻ ബിൽഡ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. ഇനി അത് ഉണ്ടാക്കിയതിന് ശേഷം ട്രേഡിങ്ങിലേക്ക് ഇറങ്ങുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ ട്രേഡിംഗ് ലൈഫിൽ ഉണ്ടാക്കിയിട്ടുള്ള അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടുള്ള ഒരുപാട് മിസ്റ്റേക്സ് അല്ലെങ്കിൽ ഒരുപാട് മനസ്സിലാക്കിയ ഒരുപാട് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇത് യൂസ്ഫുൾ ആണെന്നുള്ളത് ഉറപ്പാണ്. അപ്പം ഇതിനെപ്പറ്റി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴത്ത് കമൻറ്റ് അറിയിക്കുക. നിങ്ങൾക്ക് എന്തായാലും എനിക്കറിയുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാനത് ഉണ്ടാക്കി തരാം. ഡൗട്ട് ക്ലിയർ ചെയ്ത്. ഓക്കെ. സോ ഈ ഒരു വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദി. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.